ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. മത്തായി 18 വാക്യങ്ങൾ. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മളോട് ഏതെങ്കിലും വിധത്തിൽ തെറ്റ് ചെയ്യുന്നവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവരോട് ആ കാര്യം ബോധിപ്പിച്ച് ഒരു സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ ഏർപ്പെടണം എന്ന ഉപദേശമാണ് കർത്താവ് മുൻപുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ രണ്ട് കാര്യങ്ങളും പരാജയപ്പെട്ടാൽ, അതായത് നമ്മുടെ പ്രതിയോഗി നമ്മെ കേൾക്കാതിരുന്നാൽ, അടുത്തതായി സഭയെ വിവരം അറിയിക്കണം. അത് മൂന്നാമത്തെ കാര്യമാണ്. അത് വിജയിക്കാത്ത പക്ഷം പാപം ചെയ്തവനെ പുറജാതിക്കാരനെ പോലെ പരിഗണിക്കാൻ ഉള്ളതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവമക്കളുടെ മധ്യത്തിലുള്ള സ്ഥാനം അവൻ നഷ്ടമാക്കി. പുറത്തുള്ള ഒരുവനെ പോലെ അവനെ കണക്കാക്കണം. അവൻ്റെ ജഡമൂലമായ സ്വയത്താലും സ്വയനീതിയാലും അവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ചെയ്യേണ്ടതാകുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇത് ഓർമ്മിപ്പിക്കുന്നു. പാപം ദൈവത്തിന് ഏറ്റവും എതിരുള്ള കാര്യമാണ്. ഈ പറയുന്നതെല്ലാം സഹോദരനായ തെറ്റുകാരൻ്റെ കാര്യത്തിലാണ്. സഭാ നിയമം വിശ്വാസികളെ മാത്രം ബന്ധിക്കുന്നതാണ്. പുറത്തുള്ളവരെ വിധിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ദൈവത്തിന് നേരെയുള്ള ഗുരുതരമായ പാപത്തിൻ്റെ ഫലം സഹോദരന്മാരാണ് അനുഭവിക്കേണ്ടതെന്ന് നമ്മൾ മറക്കുകയും ചെയ്യരുത്. അതായത്, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നുവെന്ന് 69-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നു. തെറ്റ് പരപ്രേരണ കൂടാതെ സമ്മതിക്കാനും ഏറ്റുപറയാനും ദൈവമക്കൾ ഒരുപോലെ ഒരുക്കമുള്ളവരായിരിക്കണം. ശൗലിൻ്റെ വസ്ത്രാഗ്രം ദാവീദ് മുറിച്ചത് അവനെ വ്യസനിപ്പിച്ചു. ദാവീദിനാൽ ശൗൽ കൊല്ലപ്പെട്ടാൽ പോലും ലോകദൃഷ്ടിയിൽ അത് കുറ്റകരമല്ല. പിന്നെയോ ഒരു രാജാവിൻ്റെ വിജയമായി അതിനെ കാണാം. ദാവീദ് ആ ഒരു സ്ഥാനത്തിരുന്നിട്ടും ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തത് സ്വന്തം ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഒരുവനെ മാനസാന്തരത്തിലേക്ക് നടത്തിയാൽ അവനെ നേടുകയാണ്. ദൈവകൃപയുള്ളവരെ ദൈവശബ്ദത്തിന് വിധേയരാകുകയുള്ളൂ. ബിലയാമിനോട് ദൈവം സംസാരിച്ചിട്ടും അവൻ ആത്മാർത്ഥതയോടെ അത് അംഗീകരിച്ചില്ല. എന്നാൽ സഭയ്ക്ക് എതിരായി കൊലയും ഭീഷണിയും ലക്ഷ്യമാക്കി ബന്ധപ്പെട്ട ശൗൽ ദൈവശബ്ദം കേട്ടപ്പോൾ വലിയ പരിവർത്തനത്തിന് വിധേയനായി. ഭൂമിയിൽ സഭ ചെയ്യുന്ന തീരുമാനവും നടപടിയും സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് അംഗീകരിക്കുമെന്നാണ് 18-ാം വാക്യം പറയുന്നത്. കർത്താവ് പറയുന്നത് പോലെയാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ തീർച്ചയായും അതങ്ങനെ തന്നെയാവും. കർത്താവിൻ്റെ അഭാവത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങളെ ഇത് വിഭാവനം ചെയ്യുന്നു. കെട്ടുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ നീക്കം ചെയ്യുന്നതും അഴിക്ക എന്നത് അവർ അനുദപിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്നതുമാണ്. നീതിമാന്മാരുടെ സംഘത്തിൽ നിന്നും ഭ്രഷ്ടാക്കപ്പെടുന്നവർ വരുവാനിരിക്കുന്ന വലിയ ദിവസം നിവർന്നു നിൽക്കുകയില്ല. 1-ാം സങ്കീർത്തനത്തിൽ അതങ്ങനെ രേഖപ്പെടുത്തുന്നു. സഭ സാത്താനെ ഏൽപ്പിച്ചവരെ കർത്താവ് അംഗീകരിക്കില്ല. വല്ല കാരണവശാലും പ്രത്യേക വിദ്വേഷത്താലോ അനീതിപരമായോ സഭ ആരെയെങ്കിലും പുറന്തള്ളിയാൽ കരുണയുള്ളവനായ ക്രിസ്തു അവനെ നേരിട്ട് കണ്ട് ധൈര്യപ്പെടുത്തും. തെറ്റുകാരൻ അനുദപിച്ച് വരുമ്പോൾ അവനെ അംഗീകരിക്കാനാവാത്ത വിധം ബന്ധിക്കാൻ യാതൊരു സഭയ്ക്കും അവകാശമില്ല. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി എന്ന് 2 കൊരിന്ത്യർ 2:6
കടക്കാൻ വയ്യാത്ത പിളർപ്പ് നരകത്തിനും സ്വർഗത്തിനും മധ്യത്തിൽ മാത്രമേ ഉള്ളൂ. പൗലോസ് 2 കൊരിന്ത്യർ 2 അധ്യായം 10 പറയുന്നത്, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. അപ്പോൾ കർത്താവ് നേരിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ ഉപദേശം നമുക്കിന്നും സംഗതമാണ്. സഭയെ അംഗീകരിക്കാതെ മറുത്ത് നിൽക്കുന്നവരോട് സഭ എടുക്കുന്ന നിലപാട് സ്വർഗത്തിലും അത് അംഗീകരിക്കപ്പെടും. അത് കർത്താവിൻ്റെ നിലപാടിനോട് ചേർന്നുള്ളതാണെങ്കിൽ തീർച്ചയായും സഭയ്ക്ക് അതിന് അധികാരമുണ്ട് എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് വെളിവാകുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനും തെറ്റ് സംഭവിച്ചെങ്കിൽ ഏറ്റുപറയാനും തിരുത്താനും ഒരു പരിവർത്തനം ഉണ്ടാകാനുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും സഹായിക്കും. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഉപദേശത്തിൽ നിലനിൽപ്പാനും അങ്ങയുടെ നിലപാടുകളെ ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ ഉപദേശത്തിൽ പൂർണ്ണമായും നിലനിൽപ്പാൻ, ഞങ്ങളുടെ തീരുമാനങ്ങളിലും പ്രവൃത്തിയിലും സംസാരത്തിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.